വിജയകുമാർ, ഈ അറസ്റ്റ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചതാണോ? അതായത് ഒരു ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടുകൂടി തൊട്ടു പിന്നാലെ തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. ആ ഒരു സമയത്തിൻ്റെ ആ സാഹചര്യത്തെ കൃത്യമായി രാഷ്ട്രീയമായി മുതലാക്കി കേന്ദ്ര സർക്കാർ എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാടകീയമായ ചടുലമായ നീക്കവും തൊട്ടു പിന്നാലെ നാടകീയമായ അറസ്റ്റും എന്നതാണ് ആക്ഷേപം. എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റിനെ നോക്കിക്കാണേണ്ടത്? ഗോപി, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ആവുന്നത്ര ആ പാർട്ടിയും നേതാവും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇ ഡിക്ക് മുന്നിൽ ഒരിക്കൽ പോലും ഇപ്പോൾ 8 സമൻസ് വന്നു, 8 തവണയും അത് അവിടെ ഹാജരാകാതെ ഒഴിഞ്ഞു മാറി. ഏതെങ്കിലും ഒരു സമയത്ത് ഇ ഡിക്ക് മുന്നിൽ ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എല്ലാവരെക്കാട്ടിലും നന്നായി അരവിന്ദ് കെജ്രിവാളിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവായി. ഒരു തവണ കോടതിയിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. അന്ന് ഓൺലൈൻ വഴിയാണ് അദ്ദേഹം ഹാജരായത്. ക്യാബിനറ്റ് ഉള്ളത് കൊണ്ട് എത്താൻ കഴിയില്ല എന്നറിയിച്ചു. ക്യാബിനറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നേരിട്ട് ഹാജരാകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ കോടതിക്കും കഴിയില്ല. അതുകൊണ്ട് കോടതി ഓൺലൈൻ ഹാജരായാൽ മതി എന്നറിയിച്ചു. പിന്നീട് അതിനുശേഷം ആ ഹർജി, അതായത് അന്ന് ആ ഹർജി തീർപ്പാക്കിയിരുന്നില്ല. ആ ഹർജിയുടെ തുടർവാദമാണ് ഇപ്പോൾ നടന്നത്. ഇന്നലെ കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് താങ്കൾ ഒരിക്കൽ പോലും ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാത്തത് എന്ന ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ 2ാം ദിവസം ഇന്ന് വാദം നടക്കുമ്പോൾ ഇടക്കാല അറസ്റ്റിൽ നിന്ന് ഇടക്കാല ഒഴിവാക്കൽ ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു വാദം അവതരിപ്പിച്ചെങ്കിലും അത് കോടതി അനുവദിച്ചില്ല. അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവിടാൻ കഴിയില്ല, തെളിവുകൾ വരട്ടെ എന്നതായിരുന്നു കോടതി പറഞ്ഞത്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തെളിവുകൾ വരട്ടെ എന്ന് കോടതി പറയുകയും തെളിവുകൾ അതിശി മർലേനെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പറയാൻ ഉള്ളത്. हम इस देश के संविधान की लड़ाई लड़ रहे हैं और हम इस देश के संविधान को बचाने के लिए लड़ाई लड़ते रहेंगे। लोकसभा चुनाव के जस्ट पहले चुनाव की घोषणा होने के बाद इस प्रकार से दिल्ली के मुख्यमंत्री अरविंद केजरीवाल जी को गिरफ्तार करना सिर्फ एक चीज दिखाता है कि प्रधानमंत्री नरेंद्र मोदी जी अरविंद केजरीवाल जी से डरते हैं। वो लोकतंत्र को खत्म करना चाहते हैं। वो एक एक करके सभी विपक्ष के नेताओं को जेल में डालना चाहते हैं। ये क्या तरीका है? ये चुनाव जीतने का, लड़ने का, जीतने का क्या तरीका है? इस देश में क्या लोकतंत्र बचेगा अगर चुनाव से पहले आप विपक्ष के हर नेता को जेल में डाल दोगे, आप विपक्ष की हर पार्टी का बैंक अकाउंट फ्रीज कर दोगे? तो ये सिर्फ और सिर्फ प्रधानमंत्री नरेंद्र मोदी जी की एक राजनीतिक साजिश है। തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ, പാർട്ടി നേതാക്കളെ ജയിലിൽ അടയ്ക്കാനും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് ഏത് രാജ്യനീതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നാണ് അതിഷി ഇപ്പോൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. രാജ്യം ഒന്നാകെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട് എന്നാണ് അതിഷി ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും തുടർ നിയമ നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഡൽഹി മന്ത്രി അതിഷി വ്യക്തമാക്കിയിട്ടില്ല. അത് ഒരു അടിയന്തരമായ വാദം കേൾക്കൽ വേണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യം, ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല. आज देश के लोगों के सामने है कि लोकतंत्र को किस तरफ जाते हुए देश के लोग देखना चाहते हैं। देखिए, निश्चित तौर पे हम मजबूती के साथ इंडिया गठबंधन के अपने पार्टनर के साथ खड़े हैं और कांग्रेस ऐसे एक्शनों से भारतीय जनता पार्टी को कहना चाहती है कि डरने वाली नहीं है। हम पहले से भी ज़्यादा मजबूती के साथ दिल्ली के अंदर और देश के अंदर अपने गठबंधन पार्टनर्स के साथ चुनाव लड़ेंगे और इस लड़ाई को भी लड़ेंगे। ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് തടയണം, സംരക്ഷണം വേണം എന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ 12-അംഗ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലെത്തി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഈ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതേസമയം തന്നെ തീർത്തും നാടകീയമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ഡൽഹിയിലെ രാഷ്ട്രീയം ഇപ്പോൾ കലങ്ങി മറയുന്നത്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. അവരിൽ ഒരു വലിയ സംഘത്തെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. ഡൽഹി MLA
രാഖി ബിർള അടക്കമുള്ളവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഡൽഹിയിലെ മന്ത്രി അതിഷി മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് രാജ്യം ഒറ്റക്കെട്ടായി അരവിന്ദ് കെജ്രിവാളിനൊപ്പമുണ്ടെന്നും പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ഇടപെടലുകളാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നുമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തും പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളെ ഫ്രീസ് ചെയ്തും ഈ സർക്കാർ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതെന്ത് രാജ്യനീതിയാണ് എന്നാണ് അതിഷി ഇപ്പോൾ മാധ്യമങ്ങളോട് ചോദിച്ചത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ പകവീട്ടലാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. ഇന്ത്യ സഖ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇതിനോടകം പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അവരുടെ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിലുള്ള ഈ അറസ്റ്റ് അത്യന്തം അപലപനീയമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അവരുടെ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. ഡൽഹിയിലെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ നിരോധനാജ്ഞയിലാണ്. അതോടൊപ്പം തന്നെ പ്രധാന പാതകളിലൊക്കെ തന്നെ പോലീസ് ബന്ദോബസ്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള പാതയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിലൂടെയായിരിക്കും കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പുറത്തേക്ക് കൊണ്ടുവരിക. സ്വാഭാവിക നടപടി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇഡി കടക്കുക. ഏതായാലും ആ സമയം കൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്ന് അർദ്ധരാത്രി തന്നെ അടിയന്തരവാദം കേൾക്കണം എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ നിയമസംഘം പരിശ്രമിക്കുന്നുണ്ട്. അവർ സുപ്രീം കോടതി രജിസ്ട്രാറിൽ ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നേരത്തെ ആം ആദ്മി പാർട്ടി നേതാക്കൾ നൽകിയ സൂചന. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെയല്ലെങ്കിൽ നാളെ രാവിലെ മാത്രമേ അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയൂ. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പദത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന അരവിന്ദ് കെജ്രിവാൾ എന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ രാഷ്ട്രീയ നിറം കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി തെരുവിലിറങ്ങാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി അതോടൊപ്പം തന്നെ നിതിൻ അംബുജൻ എന്നിവർ തത്സമയം ഗ്രൗണ്ടിൽ നിന്നും വിവരങ്ങൾ നൽകുകയാണ്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ്? അതിഷി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയും നീക്കങ്ങളും എന്നാണ്. അതിനപ്പുറം തുടർ നടപടികളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അതിഷി വിശദീകരിച്ചു? ഗോപികൃഷ്ണൻ, ആം ആദ്മി പാർട്ടി തുടർ നടപടികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതിഷി അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി തവണ പ്രതികരണവും നടത്തിയിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകളും കൃത്യമായി നടന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി മറ്റൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നതിന് പകരമായി കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരുക, അദ്ദേഹത്തിന് വകുപ്പുകളെല്ലാം ഒഴിവാക്കി മറ്റു മന്ത്രിമാർ അത് വീതം വെച്ച് മറ്റു മന്ത്രിമാർ നിർവഹിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിക്കുക, ഇതെങ്ങനെ പ്രയോജന അനുകൂലമായ രീതിയിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്ന കൃത്യമായ ഒരു ആസൂത്രണം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ജയിലിലായാലും മുഖ്യമന്ത്രിയായി തുടരും എന്ന് അതിഷി പ്രതികരിച്ചിരിക്കുന്നത്.